എത്ര എണ്ണ ഉപയോഗിച്ചിട്ടും അതുപോലെ തന്നെ ഒരുപാട് ഹെയർ പാക്ക് ഒക്കെ ട്രൈ ചെയ്തിരിക്കും പലർക്കും ഒരു റിസൾട്ട് കിട്ടുന്നില്ല എന്നുള്ളൊരു കംപ്ലൈന്റ് നമ്മൾ എല്ലാവരും കേൾക്കാറുണ്ട്. അതായത് അമിതമായിട്ടുള്ള മുടി കൊഴിച്ചിൽ അതിപ്പോ പെൺകുട്ടികളായിക്കോട്ടെ അല്ലെങ്കിൽ ആൺകുട്ടികളായിക്കോട്ടെ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്. അപ്പൊ അതിற்கு പല രീതിയിലുള്ള കോസുകൾ ഉണ്ടായിരിക്കാം. കാരണങ്ങൾ എന്ന് പറയുന്നത് ചിലപ്പോൾ ഡിഫറെന്റ് ആയിരിക്കാം. പക്ഷെ എല്ലാവരുടെയും ഒരു കൺസേൺ എന്താണ്? അമിതമായിട്ടുള്ള ഹെയർ ഫോൾ ഉണ്ട്, അതുപോലെ തന്നെ മുടി പെട്ടെന്ന് നരച്ചു പോകുന്നു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഇന്നത്തെ ഒരു യങ് ജനറേഷനിൽ നമ്മൾ കൂടുതലും കണ്ടുവരുന്നത്. അപ്പൊ നിങ്ങൾ കുറച്ചൊരു ഓൾഡ് ആയിട്ടുള്ള ആളുകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് നല്ല കട്ടിയുള്ള മുടിയൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അവർക്കാണെങ്കിലും കൂടുതൽ ഈ ഹെയർ ഡൈസ് ഒന്നും അപ്ലൈ ചെയ്യേണ്ട ഒരു ആവശ്യകതയില്ല. കാരണം അവരെ ഹെയറിനെ കെയർ ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ കൂടെ തന്നെ അവർ കഴിച്ച ഭക്ഷണവും ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണമൊക്കെ ഹെൽത്തി ആയിട്ടുള്ള രൂപത്തിലായതുകൊണ്ടാണ്. അപ്പൊ നമ്മളിൽ പലർക്കും വരുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഒരുപാട് അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡുകളാണ്. പിന്നെ നമ്മുടെ മുടിക്ക് വേണ്ട വൈറ്റമിൻസും മിനറൽസും സപ്ലിമെന്റ്സും ഒന്നും തന്നെ നമ്മൾ ഭക്ഷണത്തിലൂടെ ഒന്നും ഒരിക്കലും എടുക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നമാണ്. എൻ്റെ പേര് ഡോക്ടർ ഭാഗ്യ, Q&B ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ്. അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹെയർ ഫോളിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പൊ ഹെയർ ഫോളിന്റെ കാരണങ്ങൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഒന്നാമതായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇന്നത്തെ ജനറേഷനിൽ എല്ലാവർക്കും തന്നെയുള്ള ഒരു പ്രശ്നമാണ് വിറ്റാമിൻ ഡിയുടെ ഒരു കുറവ്. വിറ്റാമിൻ ഡി എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം സൺഷൈൻ വൈറ്റമിൻ ആണ്. ഈ ഒരു വിറ്റാമിൻ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ മുടികൊഴിച്ചിൽ മാത്രമല്ല നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. നമ്മുടെ അസ്ഥികൾക്ക് എല്ലുകൾക്കൊക്കെ ക്ഷേതം അല്ലെങ്കിൽ പെട്ടെന്ന് ഭയങ്കര വേദനകൾ വരിക, നിങ്ങളൊന്ന് ജസ്റ്റ് വീഴുമ്പോഴേക്കും എല്ല് പൊട്ടിപ്പോവുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഇതൊക്കെ തന്നെ വിറ്റാമിൻ ഡി കുറയുന്നത് കൊണ്ടാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വരുന്ന ഡിപ്രഷൻ പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒരു പക്ഷേ വിറ്റാമിൻ ഡിയുടെ കുറവാണ്. ഇന്ന് നമ്മളൊരു സമൂഹം എടുത്തു നോക്കുകയാണെങ്കിൽ എല്ലാവരും ഒരു ഇൻഡോർ ജോലി ചെയ്യുന്ന വ്യക്തികളാണ്. അപ്പോൾ കുട്ടികളെ എടുത്ത് നോക്കുകയാണെങ്കിലും കുട്ടികളിലും വിറ്റാമിൻ ഡിയുടെ കുറവ് നമ്മൾ കാണുന്നുണ്ട്. അവരുടെ പല്ല് അതുപോലെ തന്നെ അവർക്ക് ഒന്നും പിടിക്കാനും പറ്റുന്നില്ല. പിന്നെ കുറച്ച് സമയം നിൽക്കുമ്പോഴേക്കും അവർക്ക് കാലുവേദനയാണ്. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒരുപാട് അമ്മമാർ നമ്മുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട്. കുട്ടികളിലാണെങ്കിലും ഇത് വിറ്റാമിൻ ഡി ഒക്കെ കുറവാണ്. പിന്നെ ആകെയെങ്കിലും കിട്ടുന്നത് കുറച്ച് ഭക്ഷണത്തിലൂടെയാണ്. ഈ ഭക്ഷണം എന്ന് പറയുന്നത് ഇപ്പൊ കുട്ടികൾക്ക് വീട്ടിലുണ്ടാക്കിയതോ അല്ലെങ്കിൽ പാല്, മുട്ട, മീന് ഇതൊന്നും അവർക്ക് വേണ്ട. അവർക്ക് ഈ എന്താണ് ഇപ്പം റോസ്റ്റ് ചെയ്ത് കഴിക്കുന്ന ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡ് ആയിട്ട് കിട്ടുന്ന ഫുഡുകൾ ഇതൊക്കെയാണ് ഇപ്പൊ എല്ലാവർക്കും വേണ്ടത്. അതുകൊണ്ട് തന്നെ പലരിലും വിറ്റാമിൻ ഡിയുടെ കുറവ് നല്ല രീതിയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ വിറ്റാമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഹെയർ ഫാളും ഉണ്ടാവും. അപ്പൊ നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടോ എന്ന് നോക്കണം. വിറ്റാമിൻ ഡിയുടെ കുറവുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്കൊരു നല്ല രീതിയിൽ തന്നെ ഫുഡ് കഴിച്ചു നോക്കാം. ഫുഡ് കഴിച്ചിട്ടും പറ്റുന്നില്ലെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പൊ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അവിടെ സപ്ലിമെന്റ്സ് കഴിക്കേണ്ട ഒരു ആവശ്യകത ചില ആളുകളിൽ ഉണ്ടാവും. എല്ലാവർക്കും ഈ ഫുഡിലൂടെ തന്നെ ഈ ഒരു സപ്ലിമെന്റിന്റെ അബ്സോർപ്ഷൻ കൂട്ടണം എന്നില്ല, അവരുടെ ശരീരത്തിൽ കൂട്ടിയെടുക്കാൻ പറ്റണം എന്നില്ല. അതുകൊണ്ട് അവർ ചിലപ്പം ഒന്ന് കൺസൾട്ട് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്യുക. ഈ സമയത്ത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും വിറ്റാമിൻ ഡി കുറവാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ രണ്ടാമത്തെ കേസ് നോക്കുന്ന സമയത്ത് അയണിന്റെ കുറവാണ്, അല്ലെങ്കിൽ എച്ച് ബി കുറയുന്നത്, അല്ലെങ്കിൽ അനീമിക് ആവുന്നത്. ഈ അനീമിയ എന്ന് പറഞ്ഞ പ്രശ്നത്തിന് നമ്മൾ വിളർച്ച എന്ന് പറയുന്നത് അല്ലേ. ഇങ്ങനെ ഒരു കണ്ടീഷനിലും നല്ല രീതിയിൽ നമുക്ക് മുടി കൊഴിച്ചിലും അതുപോലെ തന്നെ വിളർച്ചയ്ക്ക് മുടി കൊഴിച്ചിൽ മാത്രമല്ല, ഇപ്പം നിങ്ങൾ പെട്ടെന്ന് ക്ഷീണം വരുന്നു, ഒരു ജോലിയും ചെയ്യാൻ പറ്റുന്നില്ല, ഒന്ന് ജോലി ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ബുക്കിന്റെ മുൻപിൽ ഇരിക്കുമ്പോഴേക്കും ഒരു 10-20 കോട്ടുവായ ഇടുന്നു, കാല് നിലത്ത് വെക്കുമ്പോൾ നല്ല രീതിയിൽ തണുപ്പ് അനുഭവപ്പെടുന്നു, ഭയങ്കര ഒരു ഫീവർ ഉള്ള പോലെ നമുക്ക് പനിക്കുന്ന പോലെയൊക്കെ തോന്നുന്നു. ഇതൊക്കെ തന്നെ അനീമിയ ഉള്ള പേഷ്യൻസിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ അവരിലാണെങ്കിലും മുടി കൊഴിച്ചിലുണ്ട്. അപ്പോൾ എച്ച് ബി കൂട്ടേണ്ട ഭക്ഷണങ്ങൾ കഴിക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമുക്ക് കിട്ടുന്ന ഒരുപാട് ഫുഡിൻ്റെ അകത്ത് എച്ച് ബി കൂട്ടുന്ന ഭക്ഷണങ്ങളുണ്ട്. അയൺ കൂട്ടുന്ന, അപ്പോൾ നല്ല ഇലക്കറികൾ കഴിക്കുന്നത്, അതുപോലെ തന്നെ റാഗി കഴിക്കുന്നത്, ഇപ്പോൾ ശർക്കര ചെറിയ രീതിയിൽ കുട്ടികളിൽ റാഗിയിൽ കുറുക്കാക്കി കൊടുക്കുന്നതൊക്കെ അവരിൽ പെട്ടെന്ന് എച്ച് ബി കൂട്ടും. ബീട്രൂട്ട് കഴിക്കുന്നത്, ക്യാരറ്റ് കഴിക്കുന്നത് എല്ലാം തന്നെ എച്ച് ബി കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഡേറ്റ്സ് കഴിക്കുന്നതൊക്കെ നല്ലതാണ്. ഫ്രൂട്ട്സുകളായിക്കോട്ടെ, ഇപ്പം അനാറ്, ആപ്പിള് എല്ലാം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു അനീമിക് പ്രോബ്ലംസ് ഒരു പരിധി വരെ കുറച്ചെടുക്കാം. മുടി കൊഴിച്ചിൽ നല്ല രീതിയിൽ മാറ്റം നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് മുടി കൊഴിച്ചിലുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മൾ അമിതമായിട്ട് തലയിൽ യൂസ് ചെയ്യുന്ന കെമിക്കൽ പ്രൊഡക്ട്സുകളാണ്. അപ്പം അത് ഷാമ്പു ആയിക്കോട്ടെ അല്ലെങ്കിൽ ഓയിലുകൾ തന്നെ ഉണ്ട്. പല രീതിയിലുള്ള ഓയിൽസ് ഇപ്പോൾ നമ്മളെല്ലാവരും പലരും തന്നെ എന്താണ് തലയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. മുടി ഹെയർ ഗ്രോത്ത് കൂട്ടും. അപ്പോൾ നിങ്ങളതിങ്ങനെ ചേഞ്ച് ചെയ്യുക. നിങ്ങളിപ്പോൾ ഒരു പരസ്യം കണ്ടിട്ട് ഒരു പ്രൊഡക്റ്റ് വാങ്ങി യൂസ് ചെയ്ത് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും നിങ്ങൾ അടുത്ത പരസ്യം കാണുന്നു, അത് യൂസ് ചെയ്യുന്നു. അപ്പം അതിൻ്റെ ഒരു പ്രശ്നവും നമ്മളെ മുടിക്ക് നല്ല രീതിയിൽ വരും.
അപ്പം ഇങ്ങനെയുള്ള കെമിക്കൽ പ്രൊഡക്ട്സ് നിങ്ങൾ കൂടുതലായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമ്മുടെ സ്കാൽപ്പിന് പ്രശ്നങ്ങൾ വരികയും അതിന്റെ ഭാഗമായിട്ട് അമിതമായിട്ടുള്ള മുടി കൊഴിച്ചിലുണ്ടാവും. അതുകൊണ്ട് നിങ്ങളെ ഹെയർ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ എക്സ്റ്റേണലിയും പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു ആവശ്യകത ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്റേണലി ഇപ്പം വിറ്റാമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ പാല് കഴിക്കുക, മുട്ട കഴിക്കുക, മത്സ്യം കഴിക്കുക, മാംസം കഴിക്കുക, നട്ട്സുകളെല്ലാം തന്നെ നിങ്ങൾ കഴിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ വിറ്റാമിൻ ഡിയുടെ ഭാഗമായിട്ട് വരുന്ന മുടി കൊഴിച്ചിലൊക്കെ നമുക്ക് നല്ല മാറ്റങ്ങൾ കാണാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് നിങ്ങൾ പുറത്ത് ഇപ്പം എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്യുക, അതിൽ ഇടയ്ക്കിടയ്ക്ക് കെമിക്കൽ ട്രീറ്റ്മെന്റ്സ് ചെയ്യുക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് ഈ മുടി കൊഴിച്ചിൽ പോലുള്ള പ്രശ്നങ്ങൾ വരുന്നതെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പാടെ ഒഴിവാക്കുക തന്നെ വേണം. പിന്നെ ഒരു കോഴ്സ് നമ്മൾ എടുത്ത് നോക്കുന്ന സമയത്ത് ഡാൻഡ്രഫ് ആണ്. അമിതമായിട്ടുള്ള ഡാൻഡ്രഫ് നമുക്ക് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ മുടി കൊഴിഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഡാൻഡ്രഫ് നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങൾക്കറിയാം, അതൊരു പരിധി വിട്ട് കഴിഞ്ഞാൽ അത് സോറിയാറ്റിക് പോലെയുള്ള കണ്ടീഷനിലോട്ടൊക്കെ മാറും. അതുകൊണ്ട് ഡാൻഡ്രഫ് ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക, അത് നല്ല രീതിയിൽ കളയുക. പിന്നെ നിങ്ങളുടെ ഗട്ട് ഹെൽത്ത് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക. നമ്മുടെ വയറിൻ്റെ ആരോഗ്യം മെച്ചപ്പെട്ട് അല്ലെങ്കിൽ കുടലിൻ്റെ ആരോഗ്യം മെച്ചപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഗട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പല കംപ്ലയിൻറ്റ്സ് നമുക്ക് കുറച്ചെടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ വരുന്നു, നെഞ്ചരിച്ചിൽ വരുന്നു, ഇതൊക്കെ നമ്മൾ മൈൻഡ് ചെയ്യാതെ വിടുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പം അതിനൊക്കെ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് നിങ്ങൾക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ എടുക്കണം. പിന്നെ ഗട്ട് ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ നിങ്ങൾക്കറിയാം, നല്ല പ്രോബയോട്ടിക്സ്, തൈര് അല്ലെങ്കിൽ മോര്, തൈര് കഴിക്കാൻ പറ്റാത്തവരാണെങ്കിൽ മോര് കുടിക്കുക. ഇത് രണ്ടും ബുദ്ധിമുട്ടാണെങ്കിൽ കുറച്ച് കാച്ചി ഇതിന് ശേഷം മാത്രം നിങ്ങളെ ഭക്ഷണത്തിനകത്ത് ഉൾപ്പെടുത്തുക. ഇല്ലെങ്കിൽ പഴങ്കഞ്ഞി കഴിക്കുന്നത് നല്ലതാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പം അതുപോലെ തന്നെ കുറച്ച് ഉപ്പിലിട്ട വെജീസൊക്കെ കഴിക്കുക. ഉപ്പിലിട്ട വെജീസ് കഴിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും വിനാഗിരി യൂസ് ചെയ്യരുത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ ഗട്ട് ഹെൽത്തിൽ തന്നെ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടും. അപ്പം ആ കാര്യങ്ങളും കൂടി എന്ത് ചെയ്യണം, നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ പിന്നെ ചില മെഡിക്കേഷൻസ്, നിങ്ങൾ ചില മരുന്നുകളൊക്കെ കുറേ കാലമായിട്ടൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അമിതമായിട്ടുള്ള മുടി കൊഴിച്ചിൽ വരാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ SLE പോലെയുള്ള അസുഖങ്ങൾ നിങ്ങൾക്കറിയാം. അങ്ങനെയുള്ള അസുഖങ്ങൾ അവർക്ക് നല്ല രീതിയിലുള്ള മുടി കൊഴിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ റേഡിയേഷൻ ചെയ്യുന്നവരാണെങ്കിലും അവർക്ക് മുടി കൊഴിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അതിനൊക്കെ ആ ഒരു ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കഴിയുന്ന സമയത്ത് അതിനുള്ള മാറ്റങ്ങളും അവരിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നല്ല മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ ഇപ്പോൾ വിറ്റാമിൻ ഡി കുറവുണ്ടെങ്കിൽ സൺലൈറ്റ് കൊള്ളാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു 10 മണിക്ക് 2 മണിക്ക് ഇടയിലുള്ള വെയിൽ കൈകാലുകളിലായിട്ട് മാക്സിമം അബ്സോർബ് ചെയ്യുക. പിന്നെ ഫാസ്റ്റ് ഫുഡുകൾ കഴിയുമ്പോൾ ഈ പൊരിച്ചത്, വറുത്തത്, അധികം പഞ്ചസാര അടങ്ങിയ ഭക്ഷണങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിലുള്ള ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഡാൻഡ്രഫ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുടലിനായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളെ വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെ നിങ്ങൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടേയിരിക്കും നിങ്ങളിൽ. അതുകൊണ്ട് പ്രോപ്പറായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, നന്നായിട്ട് കിടന്നുറങ്ങുക. ഈ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഹെയർ ഫോൾ ഉണ്ടാവും. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറയ്ക്കുക. പിന്നെ അധികം നമ്മുടെ തലയിൽ ചൂട് വരുന്ന, ഇപ്പോൾ ഹെൽമെറ്റൊക്കെ യൂസ് ചെയ്യുന്ന ബോയ്സിൽ അല്ലെങ്കിൽ പുരുഷന്മാരിലൊക്കെ നമുക്ക് മുടി കൊഴിച്ചിൽ കാണാം. അപ്പോൾ അവരൊക്കെ ആണെങ്കിൽ ഒരു ക്ലോത്ത് നിങ്ങളുടെ ഹെൽമെറ്റിനുള്ളിലായിട്ട് വെച്ചിട്ട് നിങ്ങളുടെ ഹെയർ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ നോർമലി നമ്മുടെ വീട്ടിലുള്ള ഈ പാക്കുകളും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അതുമൂലം നിങ്ങൾക്ക് നീരിറക്കം പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഉപയോഗം കുറയ്ക്കുക. എക്സ്റ്റേണലി ഒരു മസാജ് നിങ്ങളെ ഹെഡിനെ കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. പ്ലസ് ഇന്റേണലി ഈ പറഞ്ഞ ഭക്ഷണങ്ങളൊക്കെ കഴിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പം നിങ്ങൾക്ക് അമിതമായിട്ടുള്ള ഹെയർ ഫോളോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. നന്ദി.